بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ റുശ്ദഹു. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. الذين يبلغون رسالات الله ويخشونه ولا يخشون أحدا إلا الله وكفى بالله حسيبا. സഹോദരന്മാരെ, സദസ്യരെ, ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ നിവേദകാസംഗങ്ങളായ സദസ്സിലുള്ള അതിഥികളെ, സർവശക്തനായ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളായി വർദ്ധിക്കാൻ നാം എല്ലാവരും പാടുപെടുക. അതിന് അള്ളാഹു നമുക്ക് അവർക്കും തൗഫീഖ് നൽകട്ടെ. കേൾക്കുന്ന ഉപദേശങ്ങളിൽ നിന്നിട്ട് പകർത്താത്ത ഭാഗങ്ങൾ പകർത്താൻ ശ്രദ്ധ ചെലുത്തുക. അള്ളാഹു സഹായിക്കട്ടെ. സഹോദരന്മാരെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ഉസാമ ഖയ്യാത്ത് ചർച്ചക്കെടുത്തതായ വിഷയം കേരളീയരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിലും ഇപ്പോൾ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ആ രോഗത്തിനെ കുറിച്ചാണ്. അത് രോഗമെന്ന് പറയാൻ വേണമെങ്കിൽ ഖൗഫ് എന്നതാണ്. ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് നമുക്ക് ഖൗഫാണല്ലോ. ഈ ഖൗഫ് എന്നത് അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ സൃഷ്ടികളെ അല്ലാഹു സുബ്ഹാനഹു തആല പരിശോധിക്കാൻ വേണ്ടി നൽകുന്നതായ ഒരു ഭാഗമായിട്ടാണ് ഖുർആനിൽ പലയിടങ്ങളിലും എണ്ണുന്നത്. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആലാനെ വേണ്ടതുപോലെ ഭയപ്പെട്ട് അവനെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതായ മാധ്യമങ്ങളിൽ പെട്ടതും കൂടിയാണ് ഖൗഫ്. അപ്പോൾ നമുക്ക് പിടിപെട്ടെന്ന് ഞാൻ സൂചിപ്പിച്ചതായ ഖൗഫ് അത് ഭൗതികമായ കാര്യങ്ങളിലുള്ളതായ ഖൗഫാണ്. പക്ഷെ അള്ളാഹുവിനോടുള്ള ഖൗഫ് അത് വേറെ ഖൗഫാണ്. അത് യഥാർത്ഥത്തിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയും പോലെ മനുഷ്യ ശരീരത്തിൻ്റെ അകത്തുള്ളതായ ആ ഖൽബ് അത് റഅസാണ്, അത് മഹബ്ബത്തിൽ കൂടിയാണ്. ഒരു പക്ഷിയോട് തുല്യപ്പെടുത്തുകയാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷിയുടെ ജനാഹ് അതാണ് ഖൗഫ് അഥവാ ചിറക്. ചിറകില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആർക്കും ഏത് സമയത്തും പിടികൂടാനും രക്ഷപ്പെടാൻ സാധിക്കാത്ത ശൈലിയിലും ദയനീയമാംവിധം പ്രയാസപ്പെടുന്നതായിട്ട് കാണാം ചിറകില്ലാത്തതായ പറവകളെ. അതേസമയത്ത് മനുഷ്യ ശരീരത്തിന് അല്ലാഹു സുബ്ഹാനഹു തആലയിലുള്ള മഹബ്ബത്ത് അതാണ് റഅസ്, അതാണ് ഖൽബ്. അത് ഇല്ലെങ്കിൽ തലയില്ലാത്തതായ പക്ഷിയെപ്പോലെയാണ്. റബ്ബിൻ്റെ മഹബ്ബത്ത് ഒരാളിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഖൗഫിനെ റജാവുമായിട്ട് ബാലൻസ് ശരിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നർത്ഥം. അല്ലാത്ത പക്ഷം ഭൗതിക ചിന്തകളിൽ അകപ്പെട്ട് വഞ്ചിതരായി ജീവിക്കുന്ന വിഭാഗം അവരെ പരിശോധിച്ചാൽ മുഅ്മിനൊന്നും മുസ്ലിം എന്നൊക്കെ പറയും, പക്ഷേ അവർക്ക് ഒരു പേടിയില്ല, ഒരു ഭയവും ഇല്ല. വേണ്ടതുപോലെ തോന്നിയത് തിന്നും, തോന്നിയത് കുടിക്കും, തോന്നിയത് ചെയ്യും, തോന്നിയത് പ്രവർത്തിക്കും, തോന്നിയത് പറയും. അതിൽ ഒരു പ്രയാസവും അവരിൽ ഉണ്ടാവുകയില്ല. കാരണം അവർക്ക് പരലോകത്തിലുള്ള അമ്നിനെ പ്രതീക്ഷയില്ല. ആ പ്രതീക്ഷ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അമ്ന് എന്ന് പറഞ്ഞാൽ പരലോകത്തിൽ സുരക്ഷിതത്വം ലഭിക്കണം എന്നതാണ്. ആ സുരക്ഷിതത്വം ലഭിക്കാനുള്ളതായ നിർബന്ധമുണ്ടാവണമെങ്കിൽ അള്ളാഹുവിനോടുള്ള അമിതമായ അതിരുകവിഞ്ഞ മഹബ്ബത്ത് കയറണം ഹൃദയത്തിൽ. ഈ മഹബ്ബത്ത് കയറുമ്പോഴാണ് തെറ്റുകൾ വരുമ്പോഴെല്ലാം പേടി. ആരെ പേടി? അള്ളാഹുവിനെ പേടി. ആ തെറ്റ് ചെയ്താൽ അള്ളാഹിനെ ശിക്ഷിക്കുമോ? അതാണ് നാം ഖുർആൻ പറഞ്ഞ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവ
ഫൈനൽ ജന്നത്ത ഹിയൽ മഅവ. റബ്ബിനെ ഭയപ്പെട്ട് റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കണമല്ലോ എന്ന പേടി. മഖാമ റബ്ബ്, റബ്ബിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഹാജരാവണം. റബ്ബിൻ്റെ മുമ്പിൽ ഓരോരുത്തരും റബ്ബിനോട് സംസാരിക്കുന്നതായ ഒരു ചുറ്റുപാട് വരാൻ പോകുന്നുണ്ട്. അത് ഓർത്ത് ജീവിച്ചാൽ മതി. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ, തെറ്റാണെങ്കിൽ തെറ്റ്, ശരിയാണെങ്കിൽ ശരി ചെയ്യുന്നത് വേളയിൽ അവന് ആ ഖൗഫ്, അതേ സമയത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അതാണ് റജ, ആഗ്രഹം, അവൻ്റെ വിശാലമായ അനുഗ്രഹത്തിൽ ആഗ്രഹിക്കുക. ഇത് രണ്ടിൻ്റെയും ഇടയിൽ ബാലൻസ് ശരിയാക്കി ജീവിക്കാനുള്ള ചുറ്റുപാട് ലഭിക്കും. അല്ലാത്ത പക്ഷം മനുഷ്യൻ അപകടത്തിലാണ് എന്നർത്ഥം. ഈ വിഷയം വളരെ പ്രാധാന്യം നൽകേണ്ടതായ വിഷയമാണ്. കാരണം നമ്മുടെ ദൈനംദിന ദിവസത്തിൽ നാം നിർവഹിക്കുന്ന നമസ്കാരത്തിൽ തന്നെ നാം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാണ് നമസ്കരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആസ്വാദനമുണ്ടാവും. ഈ ആസ്വാദനം നമസ്കാരത്തെ പ്രതീക്ഷിക്കാൻ നമ്മെ പ്രേരിപ്പിച്ചാൽ ഏകദേശം സമാധാനിക്കാം. അൽഹംദുലില്ലാ, ഞാനിപ്പോൾ ഒരു പുരോഗതിയിലേക്ക് എത്തിയിട്ടുണ്ട് അള്ളാഹുവിനോടുള്ള മഹബത്തിൽ. അതെ, അതുകൊണ്ടാണല്ലോ അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലിൽ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തണലിടുന്ന വിഭാഗത്തെക്കുറിച്ച് നാം എണ്ണിയപ്പോൾ എന്താണ് നാം ആ കൂട്ടത്തിൽ പറഞ്ഞത്? ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്. ഏത് സമയത്തും അവൻ്റെ ഹൃദയം പള്ളിയോട് ബന്ധിച്ച് ഇരിക്കും. അഥവാ നമസ്കാരത്തോട് നർത്തം. പള്ളിയോട് പറഞ്ഞാൽ സമയമായോ എന്തേ? ആ ആസ്വാദനം അനുഭവിച്ചു. ഏതാസ്വാദനം? അള്ളാഹിനോട് സംസാരിച്ച്, അള്ളാഹുവിനോട് മുഖാതബത്ത് നടത്തി. ആ സന്ദർഭത്തിൽ പ്രയാസങ്ങളുണ്ടെങ്കിൽ പ്രയാസം പറയേണ്ടത് പറഞ്ഞ്, സ്വർഗത്തിനെ ആഗ്രഹിച്ച്, നരകത്തിൽ നിന്നിട്ട് മോചനം തേടാൻ വേണ്ടി പൂതി വെച്ചു, അള്ളാഹുവിനോട് പേടിച്ച് സംസാരിച്ചു. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രയാസപ്പെട്ട് അനുഭവിച്ച് സുബ്ഹ് നമസ്കാരത്തിൽ ഓതി, ആ സുബ്ഹ് നമസ്കാരത്തിൽ ഓത്ത് കേട്ട് ആസ്വദിച്ചു. കാരണം സുബ്ഹ് നമസ്കാരത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഖുർആനൽ ഫജ്രി, ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ എന്നാണല്ലോ. ഫജ്ർ നമസ്കാരം അത് ഖുർആൻ കൂടുതൽ പാരായണം ചെയ്യുന്നതായ നമസ്കാരമായതുകൊണ്ട് മലക്കുകൾ സ്പെഷ്യലായി സന്നിധരാകുന്ന നമസ്കാരം, സ്പെഷ്യലായി മലക്കുകളുടെ സാന്നിധ്യം ലഭിക്കുന്ന നമസ്കാരമാണ് ഏത്? സുബ്ഹ് നമസ്കാരം. അങ്ങനെയുള്ള നമസ്കാരത്തിനോടൊക്കെ ഉറങ്ങിക്കൂട്ടുന്നതിന് പകരം ഇപ്പോഴൊക്കെ വളരെ പ്രയാസമാണ് മദീനക്കാരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇന്നലെയൊക്കെ 4 ഡിഗ്രിയാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ മദീന ഇമാം എന്ന് പറഞ്ഞതുപോലെ ആ തണുപ്പ്, ചൂട് ഇതെല്ലാം അനുഭവിക്കേണ്ടതുപോലെ ശമിച്ചുകൊണ്ട് അനുഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സത്യവാഗ്ദാനം അവൻ്റെ മുമ്പിൽ വരുന്നു. സഅകൂനു ലഹു ഷഫീഅൻ ഔ ഷഹീദൻ യൗമൽ ഖിയാമ. അവൻ്റെ പരലോകത്തിൽ ഞാൻ സാക്ഷിയോ ശുപാർശയോ ആകുമെന്ന ആ സത്യവാഗ്ദാനം. ഇതൊക്കെ മുമ്പിൽ നിർത്തിയിട്ടാണ് ഒരാൾ സ്വഭംസ്കരിക്കാൻ ഉണരുന്നതെങ്കിലോ എല്ലാ പ്രയാസവും അവന് വളരെ ലളിതമായി എളുപ്പമായി തോന്നുമെന്ന് മാത്രമല്ല അതിൽ ആസ്വാദനം തോന്നും. ഏതുപോലെ ദഅവത്ത് നടത്തുന്ന മേഖലയിൽ പ്രയാസമുണ്ടാക്കുന്നവർക്ക് ആസ്വാദനമാണ്. ദഅവത്ത് നടത്തുന്ന മേഖലയിൽ അടികൊള്ളുമ്പോൾ, ഇടികൊള്ളുമ്പോൾ, കല്ലേറ് കൊള്ളുമ്പോൾ, ശകാരം കൊള്ളുമ്പോൾ, വാക്ക് കേൾക്കുമ്പോൾ എല്ലാം സത്യവിശ്വാസിക്ക് ആസ്വാദനമാണ്. അവന്റെ പ്രതിഫലം വർദ്ധിക്കുന്നു, അവന്റെ ഗ്രേഡ് വർദ്ധിക്കുന്നു, അവന്റെ പാപങ്ങൾ കഴുകി ശുദ്ധീകരിക്കപ്പെടുന്നു എന്നത് അവൻ അറിയുന്നുണ്ട്. അള്ളാഹുവിന്റെ വാഗ്ദാനത്തിലൂടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാഗ്ദാനത്തിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വരുന്നത്, സഹോദര സഹോദരിമാരെ, ഈ ഖൗഫ് എന്നത് അത് കണ്ണിൽ കാണാൻ പറ്റുന്ന ഒരു സാധനമല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിന്നിട്ട് ഉടലെടുക്കുന്നതായ ഒരു സാധനമാണ്. മഹബത്ത് എത്ര വർദ്ധിക്കുന്നു അള്ളാഹുവിനോട്, അത്ര കണ്ട് അള്ളാഹുവിനോടുള്ളതായ ഖൗഫ് വർദ്ധിക്കുന്നു. മഹബത്ത് എത്ര കുറയുന്നു അള്ളാഹുവിനോട്, അത്ര കണ്ട് നമുക്ക് അള്ളാഹുവിനോടുള്ളതായ ഭയം നഷ്ടപ്പെടുന്നു. ഭയം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ ദേഹയിച്ച മികച്ചു നിൽക്കുക. ദേഹയിച്ച മികച്ചു നിൽക്കുമ്പോഴാണ് നാം തോന്നിവാസിയായി മാറുക. അപ്പോഴാണ് ഞാൻ കൊണ്ടുവന്നതിന് നിന്റെ ദേഹയിച്ചയെ കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ നീ ശരിയായ മുഅ്മിനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് സംസാരിച്ചതായ ആ പ്രവചനം നമുക്ക് നടപ്പാക്കാൻ പറ്റാതെയായി വരുന്നു എന്നർത്ഥം. ആ മേഖലയിലേക്ക്, ആ ചുറ്റുപാടിലേക്ക് നമ്മെ അള്ളാഹ് എത്തിക്കാതിരിക്കട്ടെ. അപ്പോൾ നിസ്കാരത്തിൽ പരിശോധിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓരോ നമസ്കാരത്തിൽ മറ്റൊരു നമസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ് ആവുക, അതിനുള്ള ഒരുക്കവും തയ്യാറെടുപ്പും ടൈം ടേബിൾ ഉണ്ടാവുക. ഞാൻ ഇന്നടുത്ത സ്ഥലത്ത് പോകുന്നു, അപ്പോൾ പോയി കഴിഞ്ഞാൽ എൻ്റെ ഒതു നഷ്ടപ്പെടാതിരിക്കൽ നല്ലതാണ്. എനിക്ക് ഇപ്പോൾ പോകുന്ന സന്ദർഭത്തിൽ നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ എവിടെയായിരിക്കും എത്തുക, അവിടെ ഒതു പിടിക്കാൻ ചാൻസ് കിട്ടിക്കൊള്ളണമെന്നില്ല. തണുപ്പുള്ള സമയമായിരിക്കും, അപ്പോൾ ഞാൻ ഒതുവിനെ സംരക്ഷിക്കണം. അപ്പോൾ തന്നെ എന്ത് സംഭവിച്ചു? അവൻ അള്ളാഹുവിലേക്ക്, അള്ളാഹുവിനോട് മുഖാതബത്ത് നടത്താനുള്ള
ആ ചുറ്റുപാട് അന്തരീക്ഷം ഉണ്ടാവട്ടെ എന്ന പൂതി അവരിലുണ്ട് എന്നും ആ ആഗ്രഹം അവരിൽ ഉടലെടുക്കുന്നു എന്നും അവന് പ്രവർത്തനത്തിലൂടെ തെളിയിക്കാൻ സാധിച്ചു. അതാണ് അള്ളാഹുവിനോടുള്ള മഹബത്ത് നമുക്ക് വർദ്ധിച്ചാൽ ഉണ്ടാവുന്നതായ പ്രത്യേകത. അങ്ങനെയാണ് സത്യവിശ്വാസി ചെയ്യേണ്ടത് എന്നർത്ഥം. ഇന്നമാ ദാലികുമുശ് ശൈത്താൻ യുഖവ്വിഫു ഔലിയാഅ ഫലാ തഖാഫൂഹു വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. പിശാച് നിങ്ങളെ ശ്രദ്ധിക്കണം. അവന്റെ ആൾക്കാരെ അവൻ പേടിപ്പിക്കും. അവന്റെ ആൾക്കാരെ അവൻ പേടിപ്പിക്കും. ആരുടെ ആൾക്കാരെ? പിശാചിന്റെ ആൾക്കാരെ. നിങ്ങൾ അങ്ങനെ കാട്ടരുത്, അങ്ങനെ ചെയ്യരുത്, അത് സംഭവിക്കും, ഇത് സംഭവിക്കും, പ്രയാസപ്പെടും, കഷ്ടപ്പെടും, ബുദ്ധിമുട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പേടിപ്പിക്കും. യുഖവ്വിഫു ഔലിയാ, അവന്റെ ഔലിയാഇനെയാണ് അവൻ ഭയപ്പെടുത്തുക. അതുകൊണ്ട് ഫലാ തഖാഫൂ, അവനെ നിങ്ങൾ ഭയപ്പെടരുത്. വഖാഫൂനി, എന്നെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. അപ്പോൾ നാം സത്യവിശ്വാസികളാണ് എന്നതിലേക്കുള്ള തെളിവാണ് നമ്മുടെ ഭയം പിശാചിനോടല്ല. നമ്മുടെ ഭയം പിശാച് പറയുന്നതനുസരിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ, അത് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു ഖുർആനിൽ നിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങളോട് പിശാച് കൽപ്പിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ അവരെ നിങ്ങൾ തരം താഴ്ത്തൽ വന്നില്ലേ? മൊയ്തീൻ ശൈഖിനെ തരം താഴ്ത്തൽ വന്നില്ലേ? ഔലിയാക്കളെ തരം താഴ്ത്തൽ വന്നില്ലേ? മുർസലുകളെ തരം താഴ്ത്തൽ വന്നില്ലേ? അതുകൊണ്ട് അത് നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അവൻ ഭയപ്പെടുത്തും എന്നാണ്. അങ്ങനെ ഭയപ്പെടുത്തും. അത് പിശാചിന്റെ ജോലിയാണ്. എന്ത്? നമ്മെ ഭയപ്പെടുത്തുക. എപ്പോൾ? നാം ശിർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ശിർക്ക് ചെയ്യണമെന്ന് പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാട്ടുന്നവരെ. അതൊരു ഉദാഹരണം മാത്രമാണ്. അതുപോലെ ഇങ്ങനെയുള്ള സുന്ദരമായ ആസ്വാദ്യകരമായ നല്ല കാഴ്ചകൾ, നല്ല കേൾവികൾ, നല്ല പാട്ടുകൾ, നല്ല മ്യൂസിക്കുകൾ, ഇതെല്ലാം ഇപ്പോൾ നിങ്ങൾ ആസ്വദിച്ചില്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ യുവത്വമല്ലേ? നിങ്ങളിപ്പോൾ നല്ല ചൊരത്തുളപ്പുള്ളതായ സന്ദർഭമല്ലേ? ആസ്വദിക്കേണ്ട സമയമല്ലേ? ഈ സമയത്തൊക്കെ നിങ്ങൾ ഇങ്ങനെ ചടഞ്ഞു കൂടിയാൽ ശരിയാവോ? പള്ളിയും നിസ്കാരവും ദിക്റും തസ്ബീഹും തഹ്ലീലുമായി കൂടിയാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ എന്ത് ചെയ്യും? ദേഹേച്ഛയിലേക്ക് ക്ഷണിക്കും. അതാണ് ഇന്നമാ ദാലികുമുശ് ശൈത്താനു യുഖവ്വിഫു ഔലിയാഅ. അള്ളാഹുവിൻ്റെ ശത്രുവായ പിശാച് അവൻ അള്ളാഹുവിനോട് ശപഥം ചെയ്തുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് ഏറ്റെടുത്തതായ ആ ജോലി നിർവഹിക്കാൻ വേണ്ടി അവൻ്റെ അനുയായികളെ കണ്ടുപിടിച്ച് അന്വേഷിച്ച് അവൻ ഭയപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കും. അങ്ങനെ പരിശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ അവനെയല്ല ഭയപ്പെടേണ്ടത്, എന്നെയാണ് ഭയപ്പെടേണ്ടത്. നിങ്ങൾക്ക് ഈമാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. വേറൊരു ശൈലിയിൽ അല്ലാഹു തന്നെ പറയുന്നുണ്ട്, ഫലാ തഖ്ശൗന്നാസ വഖ്ശൗൻ, നിങ്ങൾ ജനങ്ങളെയല്ല ഭയപ്പെടേണ്ടത്. ആദ്യം പറഞ്ഞത് പിശാചിനെയാണ്, ഇപ്പോൾ നിങ്ങൾ ജനങ്ങളെയല്ല ഭയപ്പെടേണ്ടത്. ചിലപ്പോൾ ജനങ്ങളെ ഭയപ്പെട്ട് കണ്ട് നിസ്കരിക്കും, അല്ലെങ്കിൽ നിസ്കാരം ഒഴിവാക്കും. അങ്ങനെയാണ്. ജനങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളും ജനങ്ങൾ ചെയ്യും, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യും എന്നല്ലാതെ അള്ളാഹുവിനെ ഭയമില്ല. അള്ളാഹ് പറയുന്നു, അല്ല, എന്നെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത് എന്ന്. ഇത് വിശദമായി മനസ്സിലാക്കാൻ നമുക്കൊരു ആത്മപരിശോധന നമ്മുടെ സ്വശരീരത്തോട് നടത്താനും ഉതകുന്നതായ ഒരു ആയത്ത് നാം പലപ്പോഴും കേൾക്കാറുള്ള ആയത്താണ്. ഇന്നല്ലദീന ഹും മിൻ ഖശിയതി റബ്ബിഹിം മുശ്ഫിഖൂൻ വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ والذين هم بربهم لا يشركون والذين يؤتون ما أتوا وقلوبهم وجلة أنهم إلى ربهم راجعون أولئك يسارعون في الخيرات وهم لها سابقون إن الذين هم من خشية ربهم مشفقون. സത്യവിശ്വാസികൾ, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന വിഭാഗം, അവർ അള്ളാഹുവിനെ അങ്ങേയറ്റം ഭയപ്പെടുന്നവരാണ്, പേടിക്കുന്നവരാണ്. അതിൽ അവരെ കണ്ടാൽ തന്നെ, പേടി കണ്ടാൽ തന്നെ. അയ്യൂബ് ഇബ്നു സഖ്തിയാനിയെ കുറിച്ച് നാം പറയാറുണ്ടല്ലോ. മദീനയിലേക്ക് ഇറാഖിൽ നിന്നിട്ട് വന്നതായ ഒരു മഹാപണ്ഡിതൻ. ആ പണ്ഡിതനെ കണ്ടിട്ട് ഇമാം മാലിക് പറഞ്ഞു, ഞാൻ ഇറാഖിൽ നല്ല മനുഷ്യന്മാരുണ്ടോ എന്ന് ഇതുവരെ തെറ്റിദ്ധരിച്ചു പോയിരുന്നു. ഇയാളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇറാഖിലും നല്ല നല്ല മനുഷ്യന്മാരൊക്കെ ഉണ്ട് എന്ന് ഇമാം മാലിക് പറഞ്ഞൊരു ശൈലി കാണാം അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററിയിൽ. എന്താണ്? അയ്യൂബ് റഹ്മത്തുള്ളാഹി അലൈഹി മദീനയിൽ കടന്നേട മുതൽ പോകുന്നത് വരെ ഇന്ന് മദീന ഇമാമ് പറഞ്ഞതുപോലെ ലോകത്തിലുള്ള മുസ്ലിങ്ങൾക്കൊക്കെ മദീനയുടെ പ്രത്യേകത അറിഞ്ഞവർക്ക് മദീനയിലേക്ക് വരാനും മദീനയിൽ വെച്ചിട്ട് നമസ്കരിക്കുവാനും മദീനയിൽ നിന്നിട്ട് പഠനം നടത്തുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഴ്ചവെച്ചതായ ഒറിജിനൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം പഠിക്കേണ്ടതുപോലെ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി ഇവിടുന്ന് പോകാനൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് വരുന്നവർ ലോകത്തിൽ ധാരാളമുണ്ട് എന്നൊക്കെ മദീന ഇമാം ഇന്ന് സൂചിപ്പിച്ചു. റസൂലുള്ളാഹിന്റെ മെമ്പറുള്ള സ്ഥലത്തുള്ള മെമ്പറിൽ വെച്ചിട്ട് പ്രസംഗിച്ചതായ ഇന്ന് നിങ്ങൾ കേട്ടതായ
ഡോക്ടർ അബ്ദുള്ള അൽ ബൈജാൻ എന്ന ഖതീബിന്റെ പ്രസംഗം. അദ്ദേഹം പറഞ്ഞതുപോലെയുള്ള ആ അബൂ അയ്യൂബ് സഖ്തിയാനി എന്ന മഹാപണ്ഡിതൻ മദീനയിലേക്ക് വരുമ്പോൾ കരഞ്ഞു പോയി. വന്നത് മുതൽ പോകുന്നവരെ മൂപ്പര് കരച്ചിലാണ്. ആരെങ്കിലും മൂപ്പരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് ജലദോഷമുള്ള ആളായിട്ട് അഭിനയിക്കലാണെന്നാണ്. ആരെങ്കിലും മൂപ്പരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മൂപ്പര് ജലദോഷമുള്ള മാതിരി അഭിനയിക്കലാണ്. മൂപ്പർക്ക് ജലദോഷമല്ല, മറിച്ച് വന്നിടം മുതൽ പോകുന്നവരെ മൂപ്പർക്ക് കരച്ചിൽ നിന്നിട്ടില്ല എന്നാണ്. അള്ളാഹിനോടുള്ള ഭയം, മദീനയോടുള്ള സ്നേഹം, ഇതിനെല്ലാം പുറമെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കാൻ വേണ്ടി കൽപ്പിച്ച ആ മഹാനായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലിനോടുള്ള യഥാർത്ഥ സ്നേഹവും അതിനോട് തൊട്ട് നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, അസ്അലുക ഹുബ്ബക, നിന്റെ ഹുബ്ബിനെ, നിന്റെ സ്നേഹത്തെ ഞങ്ങൾ ചോദിക്കുന്നു. വഹുബ്ബ മൻ യുഹിബ്ബുക, നീ സ്നേഹിച്ചവരുടെ സ്നേഹത്തെ ചോദിക്കുന്നു. അള്ളാഹ് സ്നേഹിച്ചവരിൽ ഏറ്റവും ഉത്തമനാണ് ആര്? ഇവിടെ അന്ത്യവിഷമം കൊള്ളുന്ന നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിയോടുള്ളതായ യഥാർത്ഥ മഹബ്ബത്ത്, അവരോടുള്ളതായ പിന്തുടർച്ചയിലൂടെയാണ്. എന്തേ ആ മഹബ്ബത്തിന്റെ അന്ത്യം? അവരുടെ കയ്യിലൂടെ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം ലഭിക്കലും അവരുടെ ശഫാഅത്ത് ലഭിക്കലും അവരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കലുമാണല്ലോ. അത് ലഭിക്കണമെങ്കിൽ മഹബ്ബത്ത് വെറും തൊള്ള കൊണ്ടുള്ള മഹബ്ബത്ത് മാത്രം പോരാ, വായ കൊണ്ട് വാദിച്ചാൽ പോരാ, മറിച്ച് റസൂലുള്ളാഹിന്റെ പ്രവർത്തനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കി മാറ്റണം. അതാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വ്യക്തമായ ശൈലിയിൽ നമുക്ക് വിശദീകരിച്ചത്. മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ അത് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹുവിനോട് മഹബ്ബത്ത് ഉണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക, എന്നാൽ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ സ്നേഹിക്കും. അപ്പോൾ നിങ്ങൾ റസൂലുള്ളാഹിനെ പിൻപറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹുവിനോടുള്ള മഹബ്ബത്തില്ല എന്ന് അതിൽ നിന്നിട്ട് മനസ്സിലാക്കാം. വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുമിനൂൻ, അവരാരായിരിക്കും? അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരായിരിക്കും. വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, അവരുടെ നാഥനിൽ രോഗത്തിൽ ഒന്നിനെയും ആരെയും എപ്പോഴും ഏതു നിലക്കും അവർ പങ്കു ചേർക്കുക തന്നെ ഇല്ല, തുല്യപ്പെടുത്തുക തന്നെ ഇല്ല. റബ്ബിനോട് അവർ ശിർക്ക് ചെയ്യുന്നതല്ല. ഔലിയാക്കന്മാരെ ആവട്ടെ, അമ്പിയാക്കന്മാരെ ആവട്ടെ, മലക്കുകളെ ആവട്ടെ, ബിംബങ്ങളെ ആവട്ടെ, വ്യക്തികളെ ആവട്ടെ, വസ്തുക്കളെ ആവട്ടെ, ഒന്നിനെയും അള്ളാഹിനോട് തുല്യപ്പെടുത്തുന്നതല്ല. അള്ളാഹുവിനെ ബഹുമാനിക്കുന്നത് പോലെ, ആദരിക്കുന്നത് പോലെ, ആരാധിക്കുന്നത് പോലെ ആർക്കും അവര് ആരാധന നൽകുക തന്നെ ഇല്ല. എല്ലാം അള്ളാഹുവിന് നൽകുന്ന രൂപത്തിലുള്ളത് ശക്തികൾക്ക് നൽകുക തന്നെ ഇല്ല. അതാണ് യഥാർത്ഥത്തിൽ ശിർക്ക് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ. എല്ലാറ്റിലും അസ്മാഉലും സിഫാത്തിലും അഫ്ആലിലും അള്ളാഹുവിനോട് തുല്യതയുള്ള ഒന്നുമില്ല, എവിടെയുമില്ല, എപ്പോഴുമില്ല, ഉണ്ടായിട്ടില്ല, ഉണ്ടാവാൻ പാടുള്ളതുമല്ല എന്ന വിശ്വാസം ഉണ്ടാവലാണ്. അതാണ് ഒറിജിനൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രത്യേകതയായിട്ട് ഖുർആനിൽ കാണുന്നത്. വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, അവരുടെ നാഥനോട് അവർ ആരെയും എന്തിനേയും ശിർക്ക് വെക്കുന്നവരല്ല. വല്ലദീന യുതൂന മാ അതൗ വഖുലൂബുഹും വജില, ഇതാണ് നമ്മുടെ വിഷയം. അവർ അമൽ ചെയ്യുമ്പോൾ ആയിഷ മനസ്സിലാക്കിയത് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തെറ്റ് ചെയ്തവർ തെറ്റ് ചെയ്യുമ്പോൾ എന്നാണ്, പേടിക്കുമെന്ന്. അപ്പോൾ സിദ്ദീഖിന്റെ മകളെ, നീ മനസ്സിലാക്കിയതുപോലെ എല്ലാ കാര്യം അള്ളാഹുവിന്റെ റസൂൽ പറയാണ്. ആരോട്? സ്വന്തം ഭാര്യയോട്, നമ്മുടെ ഉമ്മയോട്. പിന്നെ എന്താണ് അതിന്റെ അർത്ഥം? അമൽ ചെയ്യുമ്പോൾ എന്നാണ്. ഏത്? സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്നാണ്. വല്ലദീന യുതൂന മാ അതൗ വഖുലൂബുഹും വജില, അവർ നിസ്കരിക്കുമ്പോൾ പേടി, നോമ്പ് പിടിക്കുമ്പോൾ പേടി, സക്കാത്ത് കൊടുക്കുമ്പോൾ പേടി, ഹജ്ജ് ചെയ്യുമ്പോൾ പേടി, എല്ലാ അമലുകൾ ചെയ്യുമ്പോൾ പേടി. അള്ളാഹിനെ പേടി. എന്ത്? അള്ളാഹ് സ്വീകരിക്കുമോ ഇല്ലേ, തള്ളിക്കളയുമോ ഇല്ലേ എന്ന്. അതാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, യഥാർത്ഥ മുഅ്മിനീങ്ങളാണ് അവർ. ഇത് എന്തെങ്കിലും ചെയ്യുമ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചല്ലേ, എന്താ അള്ളാഹ്ക്ക് എൻ്റെ വിസ ശരിയായിക്കൂടാ എന്ന് തോന്നലല്ല. ദുനിയവിയായ കാര്യത്തിന് ഭൗതികമായ നേട്ടങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തരുത്. അള്ളാഹു അവന്റെ ഭാഗത്തിൽ നിന്നിട്ട് ഓഷാരമായി ഹദിയായിട്ട് നമുക്ക് നൽകുന്നതൊക്കെ നൽകിക്കൊണ്ടേയിരിക്കും. അള്ളാഹ് വാഗ്ദാനം ചെയ്തത് അള്ളാഹ് തരാതിരിക്കുകയില്ല. നമ്മളോട് അള്ളാഹു ആവശ്യപ്പെട്ട അതിൽ നാം വീഴ്ച വരുത്താതിരിക്കുക, അത് നമ്മുടെ ബാധ്യതയാണ് എന്ന രൂപത്തിൽ അത് നിർവഹിക്കുക. അപ്പോഴാണ് നമുക്ക് മഞ്ഞ് വരാതിരിക്കുക. മഞ്ഞ് എന്ന് പറഞ്ഞാൽ എന്ത്? ഞാൻ അങ്ങനെ കാട്ടിയല്ലോ, ഇങ്ങനെ കാട്ടിയല്ലോ, എന്താ അള്ളാഹ് എന്തും ചെയ്തു തന്നില്ല, എൻ്റെ അള്ളാഹ് എൻ്റെ കാര്യങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എന്നൊക്കെയുള്ള മഞ്ഞുണ്ടല്ലോ, ആ മഞ്ഞ് വരൂല. എപ്പോൾ? ഞാൻ ചെയ്തത് ശരിയായിട്ടില്ല, ഞാൻ പ്രവർത്തിക്കുന്നത് തികഞ്ഞിട്ടില്ല, ഞാൻ ചെയ്യേണ്ടത് പോലെ ചെയ്തിട്ടില്ല, ഞാൻ ഇനിയും ചെയ്യേണ്ടതുണ്ട്, ഞാനിത് അള്ളാഹ്ക്ക് മാത്രമേ ചെയ്യാവൂ, അള്ളാഹിനെ മാത്രമേ ഭയപ്പെടാവൂ എന്ന രൂപത്തിൽ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ഈമാൻ വർദ്ധിക്കുക, നമുക്ക് നമസ്കാരത്തിൽ ആസ്വാദനം കിട്ടുക. അതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്, വല്ലദീന യുതൂന മാ അതൗ വഖുലൂബുഹും വജില,
വല്ലതും അവർ ചെയ്യുന്ന വേളയിൽ അവരുടെ ഹൃദയത്തിൽ ഭയമാണ്. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, റബ്ബിന്റെ മുമ്പിൽ നിൽക്കണമല്ലോ. ആ നിൽക്കുന്ന സമയത്തിൽ ഈ അമലുകളൊക്കെ അവിടെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ലിസ്റ്റ്, എൻ്റെ പട്ടിക, എൻ്റെ കിതാബ് അവിടെ നൽകപ്പെടുന്ന സന്ദർഭത്തിൽ ഇത് സ്വീകരിക്കപ്പെട്ട അമലായി മാറുന്നില്ലെങ്കിൽ, ഇതിന് വല്ല റിയാവോ ലോകമാന്യമോ അല്ലെങ്കിൽ സ്വീകരിക്കാൻ പാടില്ലാത്തതായ വീഴ്ചകളോ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അപകടത്തിൽപ്പെട്ടു പോവുകയില്ലേ എന്ന രൂപത്തിൽ പേടിച്ചിട്ട് അമൽ ചെയ്യുന്നവർ, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പേടിച്ചിട്ട് അമൽ ചെയ്യുന്നവർ, ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവരാണ് നന്മകളിൽ കുതിക്കുന്നവർ, നന്മകളിൽ ഓടി ഓടി അള്ളാഹുവിന്റെ ആ സാമീപ്യം നേടാൻ വേണ്ടി പാടുപെടുന്നവർ, പരിശ്രമിക്കുന്നവർ. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ. അപ്പോൾ നന്മക്ക് വേണ്ടി മത്സരിക്കുക എന്നതായ പ്രത്യേകത അവരിൽ നിന്നിട്ടാണ് ഉത്ഭവിക്കുക. എപ്പോൾ അവര് ഭയമുള്ളവരായി മാറുമ്പോൾ. എന്ത് ഭയം? സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് അള്ളാഹ് സ്വീകരിക്കുമോ ഇല്ലേ? അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാനിവിടെ നൽകാറുണ്ട്. നിങ്ങൾക്ക് മനഃപ്പാടമുള്ളതായ ഉദാഹരണമാണ്. നമ്മുടെ നിശിത നേതാക്കളിൽ, ലോകം കണ്ട നേതാക്കളിൽ രണ്ട് നേതാക്കളെയാണ് നാം പരിചയപ്പെടുന്നത്. പ്രത്യേകിച്ച് ഉംറയ്ക്ക് വേണ്ടി വരുന്ന, ഹജ്ജിന് വേണ്ടി വരുന്ന ഹാജിമാരോടും ഉംറക്കാരോടും ഇവിടെ പരിചയപ്പെടുത്തപ്പെടാറുള്ളതാണ്. ഇവിടെ അന്ത്യവിഷമങ്ങളോ നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സയ്യിദുൽ അംബിയാഇ വൽ മുർസലീൻ, 1,24,000 നബിമാരുടെയും മുർസലുകളുടെയും നേതൃത്വം. അങ്ങനെയുള്ള നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ആദ്യത്തെ വ്യക്തി. രണ്ടാമത്തെ വ്യക്തിത്വം മഹാനായ അവരുടെ നേതൃത്വം, അവരുടെ വാപ്പ. നമ്മുടെ ഈ നേതൃത്വം നമ്മുടെ വാപ്പ ആരാണ്? ഖലീലുല്ലാഹി ഇബ്രാഹിം, അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം. അവർ മനക്കെട്ട് പ്രയാസപ്പെട്ട് കല്ല് ചെത്തിക്കൊണ്ടുവന്ന് അവരും അവരുടെ മകനും കാബം കെട്ടിയിട്ട് പ്രയാസപ്പെട്ട് അവർക്ക് പിന്നെ തോന്നിയത്, ഇത്രയൊക്കെ ഞങ്ങൾ ചെയ്തില്ലേ, എത്ര പ്രാവശ്യം ഞാൻ ഫലസ്തീനിൽ നിന്നിട്ട് വന്നു, ഇറാഖിൽ നിന്നിട്ട് ഫലസ്തീനിലേക്ക്, ഫലസ്തീനിൽ നിന്നിട്ട് പിന്നെ മക്കയിലേക്ക്, അതിനിടക്ക് ഈജിപ്തിലേക്ക്, അങ്ങനെ എത്ര പോക്ക് അള്ളാഹിന്റെ കൽപ്പന അനുസരിച്ച് ഞാൻ ചെയ്ത്, ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാ ആരെയാ സ്വീകരിക്കുക എന്നൊക്കെ തോന്നിപ്പോയതല്ല, മന്നുണ്ടായതല്ല, മറിച്ച് കുറ്റബോധം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബേ, ഞങ്ങൾ ഈ ചെയ്തതായ ഈ അമലുകളെ, അതിലുള്ള വീഴ്ചകളൊക്കെ നികറ്റി തഫ്സീറിന്റെ വ്യാഖ്യാനത്തിന്റെ സഹായത്തോടു കൂടി ഞങ്ങൾ എന്നിട്ടത് സ്വീകരിക്കണമേ രക്ഷിതാവേ എന്ന് അവർ പ്രാർത്ഥിച്ചു എന്നതാണ് നാം കേൾക്കുന്നത്. അത് ഈ ആയത്തിന്റെ ശൈലി നമ്മുടെ നബിമാരൊക്കെ പണ്ട് വിറ്റാക്കിയതായ ശൈലിയാണ്. സഹോദരന്മാരെ, സഹോദരികളെ, മലക്കുകൾ അല്ലാഹുവിനെ ഇപ്പറഞ്ഞ ഭയമുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യക്കാരിപ്പോൾ ഭയപ്പെടുന്ന ഭയമല്ല, അത് ഭൗതിക ഭയമാണ്. മനസ്സിലായില്ലേ? അത് അള്ളാഹുമായുള്ള ടച്ച് എത്രയുണ്ട് അത്ര കണ്ട ഭയം കുറയുകയും ചെയ്യും. നല്ല ടച്ചുള്ള ആൾ ഭയം തീരെ ഇല്ലാതെ. ഭൗതിക പ്രശ്നത്തിൽ അങ്ങനെയാണ്. ഭൗതിക പ്രശ്നത്തിൽ നല്ല ഭയമുള്ള ആൾ, അതാണല്ലോ മൂസാ നബിക്ക് സംഭവിച്ചത്. മൂസാ നബിക്ക് എന്താ പേടിയില്ലാത്തത്? സമൂഹം മുഴുവനും പേടിച്ചു. മുമ്പിൽ കടല്, ബേക്കിൽ ഊരിയ വാളുമായിട്ട് ഫറോവയുടെ പട്ടാളം. അന്ന് ഭൂമിയുടെ മീത് അത്രയും ശക്തിയുള്ള പട്ടാളം വേറെയില്ല. അന്ന് ഭൂമിയുടെ മീത് അത്രയും വലിയ ശക്തിയുള്ള ഭരണകൂടവുമില്ല, പട്ടാളവുമില്ല. അങ്ങനെയുള്ള പട്ടാളം ബാക്കിലാണ്, മുമ്പിൽ കടലാണ്. പിന്നെ രക്ഷയുണ്ടോ? ഇല്ലല്ലോ. അവിടെ പുഞ്ചിരി തൂങ്ങാണാര്? മൂസ നബി. ഒരു പേടിയുമില്ല, ഒരു കൂസലുമില്ല. കല്ലാന്നാ പറഞ്ഞ മുമ്പ്. നിങ്ങൾ മനസ്സിലാക്കും പോലെ എന്ന കാര്യമുള്ളത്, ഇന്ന റബ്ബിയ മഅി, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, സയഹ്ദി, അവൻ എന്നെ ഏത് വഴിയിൽ കൂടി ചെല്ലണം, ഏത് രൂപത്തിൽ കൈയാളണം, എങ്ങനെയാ എന്താണ് കാട്ടേണ്ടത്, അവനത് ആ വഴി കാണിച്ചു തരിക ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് സത്യവിശ്വാസി. എത്ര കണ്ട് അള്ളാന്റെ മഹബത്ത് അവന്റെ ഹൃദയത്തിൽ വർദ്ധിക്കുന്നു, അത്ര കണ്ട് ഭൗതിക പ്രശ്നങ്ങളിൽ ഭയമില്ലാതെയായി മാറുന്നു. മനസ്സിലായില്ലേ? അതുകൊണ്ട് വെപ്രാളവും ഭയവും ഒന്നും വേണ്ട നമുക്ക്. അള്ളാഹ് വിധിച്ചതുപോലെ വരും. എന്ത് വിധിച്ചാലും അള്ളാഹു നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മെ കടഞ്ഞെടുക്കലാണ്. എന്തിൽ നിന്നിട്ട്? ദോഷങ്ങളിൽ നിന്നിട്ടും പാപങ്ങളിൽ നിന്നിട്ട് കടഞ്ഞെടുത്തിട്ട് നമ്മെ സ്വർഗപ്പുള്ളിയാക്കി മാറ്റലാണ്. പോരെ നമുക്ക് വേണ്ടത് സ്വർഗം, നമുക്ക് വേണ്ടത് സ്വർഗം. അതുകൊണ്ട് ഒരു പ്രയാസവും നാം പ്രയാസമായി കാണേണ്ടതില്ല സത്യവിശ്വാസികളാണെങ്കിൽ എന്നർത്ഥം. മലക്കുകൾ അള്ളാഹുവിനെ ഭയപ്പെട്ടു എന്നാണ് നാം കേട്ടത്. എന്താണ് അള്ളാഹ് പറയുന്നു? യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം. മലക്കുകൾ ആ സകലം അവരുടെ എല്ലാം മീതെ അർശിന്റെ മീതെ നിൽക്കുന്നതായ അവരുടെ യജമാനും നമ്മുടെ യജമാനും അവരുടെ ഷിട്ടാവും നമ്മുടെ ഷിട്ടാവുമായ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുവിനെ ആ മലക്കുകൾ ഭയപ്പെടുന്നുണ്ട് എന്ന് അള്ളാഹു ഖുർആനിൽ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ അള്ളാഹിലേക്ക് ഏറ്റവും അടുത്ത, അള്ളാഹുവിന്റെ ഏറ്റവും മുഖറബീങ്ങളായ മലക്കുകളെ വരെ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പഠിക്കുമ്പോൾ തെറ്റുകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന, പാപങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന
നാം ഒക്കെ എത്രമാത്രം ഭയപ്പെടണമെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. അതുപോലെ തന്നെ നബിമാരെ സംബന്ധിച്ചിടത്തോളം അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹ്, അല്ലാഹുവിന്റെ റിസാലാത്താകുന്ന അല്ലാഹു ഏൽപ്പിച്ചതായ ബാധ്യത, മുർസലുകളിൽ അർപ്പിച്ച ബാധ്യത ദഅവത്ത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക, ഏകദൈവ വിശ്വാസം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹുവിന് മാത്രമായിരിക്കണം ആരാധന എന്ന തത്വം, അള്ളാഹുവിനെ മാത്രമായിരിക്കണം ആരാധിക്കേണ്ടത്, അവനോട് മാത്രമായിരിക്കണം വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്, അവന് മാത്രമായിരിക്കണം നേർച്ച ചെയ്യേണ്ടത്, അറിവ് നൽകേണ്ടത്. അതുപോലെയുള്ള ഇബാദത്തുകളുടെ എല്ലാ ഇനങ്ങളും, ഖൗഫാവട്ടെ നമ്മുടെ വിഷയം, ഖൗഫാവട്ടെ, റജാ ആവട്ടെ, ഭയമാവട്ടെ, ആഗ്രഹിക്കലാവട്ടെ, തവക്കുലാവട്ടെ, എന്തെല്ലാം ഇബാദത്തിന്റെ ഇനങ്ങളിൽ വരുന്നുവോ അതെല്ലാം അള്ളാഹുവിന് മാത്രം നൽകുക എന്നതായ ആ റിസാലാത്ത് ജനങ്ങളിലേക്ക് സമർപ്പിക്കാൻ വേണ്ടി വന്നവരായ നബിമാർ الذين يبلغون رسالات الله ويخشونه ولا يخشون أحدا إلا الله. അവർ അല്ലാഹുവിനെയാണ് ഭയപ്പെടുക, അല്ലാഹു അല്ലാതെ ആരെയും അവർ ഭയപ്പെടുന്നതല്ല. അല്ലാഹ് പോരെ, അല്ലാഹ് മതി. അല്ലാഹനെ ഭയപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് അല്ലാഹ് മതി എന്നത് നബിമാരെ മനസ്സിലാക്കിയത് കൊണ്ടാണ് നബിമാരുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാൽ ആ പ്രയാസത്തിനുള്ള പരിഹാരം അവര് അല്ലാഹുവിൽ നിന്നിട്ട് ലഭിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവർക്കൊരു പ്രയാസമില്ല. തഹ്സൻ, അബൂബക്കറെ നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, ഇന്നല്ലാഹ മഅന, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. ആ മഹാനായ ഒരേ മാളത്തിൻ്റെ അകത്ത് പെട്ട, എപ്പോൾ ശത്രുക്കൾ കൊല്ലാൻ വേണ്ടി ഊരപ്പെട്ട വാളുമായിട്ട് നബിയുടെ ചോര കുടിക്കാൻ വേണ്ടി ആ വളഞ്ഞതായ സന്ദർഭത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് പറയുകയാണ്, അവരിൽ നിന്നിട്ട് ഒരാൾ അവരുടെ നിഴലിലേക്ക് അല്ലെങ്കിൽ താഴെ നോക്കിയാൽ നമ്മെ കണ്ടുപോകും റസൂലെ എന്ന് പറഞ്ഞുകൊണ്ട് വിറക്കാണ്. അപ്പോഴാണ് മഹാനായ റസൂൽ പറയുന്നത്, അതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്, അള്ളാഹുവിൻ്റെ മുർസലുകൾ അങ്ങനെയാണ്, യഖ്ശൗനഹു, അവരെ മാത്രമേ അവർ ഭയപ്പെടുകയുള്ളൂ, വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്ത ഒന്നിനെയും അവർക്ക് ഭയമുണ്ടാവുകയില്ല. അതാണ് നബിമാരുടെ പ്രത്യേകത. അതാണ് റസൂൽ അവിടെ പറഞ്ഞത്, ലാ തഹ്സൻ, ദുഃഖിക്കണ്ട അബൂബക്കറെ, ഇന്നല്ലാഹ മഅനാ, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. ഒരു മഹാബഹുമതി, ഒരു മഹാ സ്റ്റാൻഡേർഡ്, ഒരു മഹാബഹുമാനമാണ് മഹാനായ അബൂബക്കറിന് അവിടെ ലഭിച്ചത്. എന്താണ്? ലോകാത്ഭുത ഗ്രന്ഥത്തിൽ ഒരു പദത്തിൻ്റെ അകത്ത് അബൂബക്കർ കടന്നു എന്നതാണ്, ഒരു ലമീറിൻ്റെ അകത്ത് അബൂബക്കർ കടന്നു എന്നതാണ്. അത് ലോകത്ത് ആർക്കും കിട്ടിയിട്ടില്ല ആ ചാൻസ്. ഒരു പദത്തിൻ്റെ അകത്ത് അല്ലാഹ്, റസൂല്, അബൂബക്കർ, മൂന്നാളേ ഉള്ളൂ. എവിടെ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്ന് പറയുന്ന പദത്തിൻ്റെ അകത്ത് ആ ബഹുമതി കിട്ടിയതായ മഹാവ്യക്തിത്വമാണ്. അതേ റസൂലിനോടൊപ്പം ഇപ്പോൾ അതേ ഖബറിൻ്റെ അകത്ത് നമുക്കറിയും പോലെ അന്ത്യവിഷമം കൊള്ളുന്നത്. അള്ളാഹു അവരോടൊപ്പം നമ്മെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അതെ, അപ്പോൾ നാം എവിടെയായിരുന്നു? നബിമാരുടെ ഖശിയത്ത് പറയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖശിയത്തിനെ കുറിച്ച് മക്ക ഇമാമി സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി, ഫവല്ലാഹി ഇന്നി ലഅഅലമുഹും ലില്ലാഹ് വഅശദ്ദുഹും ഖശിയതൻ ലഹ്. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്ന് മക്ക ഇമാമ ചർച്ച ചെയ്ത വിഷയത്തിൽ പറഞ്ഞ ഹദീസാണ്. റസൂൽ സത്യവചനം ചെയ്തുകൊണ്ട് പറയുന്നു, അള്ളാഹനെ തന്നെയാണ് സത്യം, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളാണ് ഞാൻ, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളാണ് ഞാൻ. വേറൊരു റിപ്പോർട്ടിൽ വഫീ ലഫ്ളിൻ ആഖർ വല്ലാഹി ഇന്നി ലഅഖ്ശാകും ലില്ലാഹ്. അറബി ഭാഷയിൽ പദങ്ങൾ വ്യത്യാസമുണ്ടെങ്കിലും ഉള്ളടക്കം ഒന്ന് തന്നെയാണ്. ഈ അർത്ഥം ഉൾക്കൊള്ളുന്ന പദം എന്ന് മക്ക ഇമാം ചില അതിൻ്റെ ഭാഗങ്ങൾ പറഞ്ഞു. നാം ഇവിടെ പലപ്പോഴും പറഞ്ഞതാണ്. മലക്കുകളെ കുറിച്ച് എന്ന ആ നീണ്ട ഹദീസിൽ അല്ലാഹനെ തന്നെയാണ് സത്യം, ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലബകൈതും കസീറാ വലദഹിക്തും ഖലീലാ, ധാരാളം നിങ്ങൾ കരഞ്ഞിരുന്നേനെ, അല്പം മാത്രമേ നിങ്ങൾ ചിരിച്ചിരുന്നേനെ. നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റൂല, ഞാൻ അറിയുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശൈലിയിൽ നിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഭയം അത് വ്യതിരിക്തതയുള്ള, വ്യത്യാസമുള്ള, നമ്മിൽ നിന്നിട്ട് വ്യത്യസ്തപ്പെട്ട ഭയമാണ് അള്ളാഹുവിനോടുള്ളതായ ഭയം. മനുഷ്യൻ അള്ളാഹുവിനെ ഭയപ്പെടുക എന്നത് മാനസിക രോഗം പിടിപെട്ടുപോയി എന്ന് മനസ്സിലാക്കലുണ്ട് ചില ആൾക്കാർ. അങ്ങനെയുണ്ട്. അല്ല, നമ്മുടെ കുട്ടികളൊക്കെ, ഇന്നത്തെ യുവാക്കളൊക്കെ, അധികം യുവാക്കൾ നെറ്റിൻ്റെ കൂടെയോ മൊബൈലിൻ്റെ കൂടെയോ കളിയുടെ കൂടെയോ ഒക്കെ ആണല്ലോ പോവുക. അതിനിടയ്ക്ക് വല്ല യുവാക്കളും പള്ളിയിലേക്ക് പോകുന്ന കണ്ടാൽ അങ്ങും ഇങ്ങും ചർച്ച ചെയ്യും, ഇയാൾക്ക് മാനസിക രോഗമുണ്ടോ? അങ്ങനെ പറയുന്ന കാലാണിന്ന്. അതെ, അല്ല,
യഥാർത്ഥത്തിൽ മാനസിക രോഗമല്ല, മറിച്ച് അള്ളാഹുവിനെ ഭയപ്പെടുക എന്നത് ഹൃദയം ക്ലിയറായി എന്നതിലേക്കുള്ള തെളിവാണ് എന്നുള്ളതാണ്. ഹൃദയം ക്ലിയറുള്ള ഹൃദയമാണ് എന്നതിലേക്കുള്ള തെളിവാണ്. അതെന്തുകൊണ്ട്? പരലോകത്തിൽ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കണമല്ലോ എന്ന ബോധം ശരിക്ക് കടന്നു വരുമ്പോഴാണ് ഒരു മനുഷ്യൻ ഖായിഫായി മാറുക. അള്ളാഹുവിനോടുള്ള ഭയമാണ് ഇവിടെ പറയുന്നത്. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കണമല്ലോ എന്ന പേടിയോടുകൂടി ജീവിക്കുന്ന വിഭാഗം എന്തു ചെയ്യും? തെറ്റായ കാര്യങ്ങളിൽ നിന്നിട്ട് മോചിക്കാൻ വേണ്ടി പാടുപെടും. കാഴ്ചയാണെങ്കിലും കേൾവിയാണെങ്കിലും പറച്ചലാണെങ്കിലും തൊള്ള കൊണ്ടാവട്ടെ, കാതുകൊണ്ടാവട്ടെ, കണ്ണുകൊണ്ടാവട്ടെ, ഏത് ശരീരത്തിൻ്റെ അവയവങ്ങൾ കൊണ്ട് വല്ല തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ അതിനെ വിട്ടു നിൽക്കും. അതിൽ നിന്നിട്ട് മോചിക്കാൻ, രക്ഷപ്പെടാൻ വേണ്ടി പാടുപെടും. അവൻ സ്വർഗവാസിയാവാൻ തയ്യാറായവനാണ്. അവനാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിലേക്ക് എത്തുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവാഗ്ദാനം ചെയ്യുന്നു. സഹോദരന്മാരെ, സഹോദരികളെ, ധാരാളമുണ്ട് ഈ കാര്യമേയും പറയാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുൽ ജന്നത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാവുന്ന ധാരാളം ആയത്തുകൾ. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സത്യവിശ്വാസികൾക്ക് ഭയമില്ല, ദുഃഖിക്കേണ്ടതും ഇല്ല എന്ന ശൈലി ഖുർആൻ പറയുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സാന്നിധ്യം ലഭിക്കുന്ന മനുഷ്യന്മാർക്ക് എത്ര കണ്ട് അള്ളാഹിലേക്ക് അടുക്കാൻ വേണ്ടി പാടുപെടുന്നു മഹബത്തിലൂടെ, അത്ര കണ്ട് അള്ളാഹു എന്നെ മോമിനായി മരിപ്പിക്കുമോ എന്ന പേടി വരും. അതാണല്ലോ പ്രശ്നം. നാം മരിക്കുന്നത് മോമിനായിട്ടാണോ അല്ലേ എന്നുള്ളത്. എന്തെങ്കിലും അപകടത്തിൽ ഞാൻ പെട്ടുപോകുമോ, ഈ പേടി ഉണ്ടാവുക എന്നത് നല്ലതാണ്. പക്ഷേ ആ പേടി എന്തായിരിക്കണം? നമ്മെ സൽക്രമണത്തിലേക്ക് നയിക്കണം എന്നല്ലാതെ ഞാൻ മരിച്ചു പോകുന്നുള്ള പേടി അതാർക്കും ഉണ്ടാവുന്ന പേടിയാണ്. കാരണം എല്ലാവരും ഇവിടെ മരിക്കേണ്ടവരാണ്. ഇവിടെ രക്ഷപ്പെടാൻ പറ്റാത്തൊരു അപകടം അതാണ്. എന്ത്? ഖബറിൽ പോകണം, മരിക്കണം. ഇപ്പോൾ നാം കുറെ മയ്യത്തുകളെ കൊണ്ടുപോകുന്ന കണ്ടു. കൂട്ടമായി ജനങ്ങൾ നോൽക്കുന്നവരുമുണ്ട്, പോകുന്നവരുമുണ്ട് കൂടെ. അതുപോലെ തന്നെ ദുഃഖിക്കുന്നവരുമുണ്ട്. എന്തേ? കൂട്ടുകാരൻ മരിച്ചു, ഉമ്മ മരിച്ചു, വാപ്പ മരിച്ചു, കുട്ടി മരിച്ചു. എന്ത് കാരണത്താൽ? അതുപോലെ നാളെ ഞാനും എന്നതറിയാത്തവൻ ലോകത്തിൽ ആരുമുണ്ടോ? ഇല്ല, എല്ലാവർക്കും അറിയാം. നിരീശ്വരവാദി വരെ, നിർമ്മതവാദി വരെ എല്ലാവർക്കും അറിയാം എന്ത്? ഇവിടുന്ന് മരിക്കേണ്ടി വരും, ഇവിടെ നിന്ന് പോകേണ്ടി വരും എന്നതറിയാത്ത ആരും തന്നെ ഇല്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. പക്ഷേ ഇവിടെ പ്രശ്നമോ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഖുറൂർ. പ്രശ്നം എവിടെയാണ്? അവിടെ എത്തിക്കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് അങ്ങനെ വേർതിരിക്കുന്ന ഒരു ലോകമാണത്. ആ സന്ദർഭത്തിൽ ആരെങ്കിലും സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവനാണ് വിജയിച്ചവൻ, നരകത്തിലേക്ക് പോകേണ്ട ഗതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവനാണ് നാശത്തിലേക്ക് എത്തിയവൻ. ഇങ്ങനെയുള്ള പ്രശ്നം. അവിടെ വിചാരണയുണ്ട്, അവിടെ ഹിസാബുണ്ട്, അവിടെ അദാബുണ്ട്, അവിടെ നമ്മോട് ചോദ്യം ചെയ്യപ്പെടും എന്ന് തോർത്തുകൊണ്ട് ഇവിടെ ജീവിക്കാൻ സാധിച്ചാൽ, അങ്ങനെയുള്ള ഭയം ഭയപ്പെടുകയാണെങ്കിൽ അതാണ് ഉത്തമമായ ഭയം. ആ ഭയം ഭയപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹുവേ യഹൂലു ബൈനൽ മർഇ വ ഖൽബിഹി എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹൃദയത്തിന് മറവിട്ട് കളയും. മരിക്കുന്ന സമയത്ത് മുഅ്മിനായി മരിക്കാൻ ഒരുങ്ങാത്തവനാണെങ്കിൽ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ ഒരുക്കം നമ്മളിൽ ഉണ്ടായാൽ അല്ലാഹു ഏറ്റെടുത്തതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത് ഒരുക്കം ഉണ്ടായാൽ അല്ലാഹു ഏറ്റെടുത്തു. ഞാൻ പറയല്ല, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവാണ് പറയുന്നത്, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത്. എന്താ അതിന്റെ അർത്ഥം? നമുക്ക് സാധിക്കുമോ മുസ്ലിമായിട്ട് മരിക്കാൻ? അല്ലാഹല്ലേ മുസ്ലിമായിട്ട് മരിപ്പിക്കേണ്ടത്. അതിനർത്ഥം എന്താണ്? നിങ്ങൾ മുസ്ലിമായി ജീവിക്കണം, എന്നാൽ മുസ്ലിമായി മരിക്കാം. ഏറ്റെടുത്ത കാര്യമാണ്. അതുകൊണ്ട് മുസ്ലിമായി ജീവിച്ച മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അപകടത്തിൽ പെടുമോ എന്നത്. അതുകൊണ്ട് പിശാച് ഒരു മനുഷ്യനെ പിടികൂടും. മലക്കുകൾ നമ്മുടെ കൂടെ ഉള്ളതുപോലെ പിശാച് നമ്മുടെ കൂടെയുണ്ട്. ഏതുവരെ? മരണം വരെ ഉണ്ട്. ഓരോ മനുഷ്യന്റെ കൂടെയും ഉണ്ട് പിശാച്, മരണം വരെ. ഏതുപോലെ? മലക്കുകൾ ഉള്ളതുപോലെ തന്നെ. മനസ്സിലായില്ലേ? അപ്പോൾ മലക്കുകളുടെ ഭാഗത്തിൽ നിന്നിട്ട് നന്മ ചെയ്യാനുള്ള പ്രേരണ വരും പോലെ പിശാചിന്റെ ഭാഗത്തിൽ നിന്നിട്ട് തിന്മ ചെയ്യാനുള്ള പ്രേരണകൾ വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് നമ്മോടൊപ്പം എന്ന് നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി വാഗ്ദാനം ചെയ്തതാണ്. അങ്ങനെയുള്ളതായ ആ പൈശാചിക
പൈശാചിക ശല്യത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി നാം പലപ്പോഴും പറയാറുണ്ട് എന്ത്? മരണ സന്ദർഭത്തിൽ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു തുമ്മ ഇസ്തഖാമു എന്ന് ഖുർആൻ അല്ലാഹു ഏറ്റെടുത്തതായ ആ സത്യവിശ്വാസികളായി മാറാൻ, എന്ന് മുസ്തഖീമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ആളായി മാറാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് മലക്കുകൾ അവരോട് പറയും, പിശാച്ച് അവിടെ ഉണ്ടെങ്കിൽ പിശാച്ച് ഓടും. ഓടിയ വഴി കാണൂല, കാരണം മലക്കുകളെ പേടിച്ച് അവൻ ഓടും. മലക്കുകൾ വന്നു കഴിഞ്ഞാൽ പിശാച്ചിന് അവിടെ സ്ഥാനമില്ല. അങ്ങനെ പിശാച്ച് അവിടെ ഓടും. ഓടിക്കഴിഞ്ഞാൽ പിന്നെ ഈമാനോടുകൂടി മരിക്കാനുള്ള ചുറ്റുപാട് ലഭിക്കും. മലക്കുകൾ അവർ ആ സത്യവിശ്വാസിക്ക് സന്തോഷവാർത്ത നൽകും. എന്ത്? നിങ്ങളുടെ കൂട്ടുകാരനാണ് ഞങ്ങൾ, നിങ്ങളുടെ കൂട്ടുകാരനാണ്, നിങ്ങളുടെ മക്കളുടെ കൂടെ സന്താനങ്ങളുടെ കൂടെ എല്ലാം ഞങ്ങളുണ്ട്, അതുകൊണ്ട് പ്രയാസപ്പെടേണ്ടതില്ല. ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഞാൻ ആദ്യം ഓതിവെച്ച ആയത്തുണ്ടല്ലോ, അതിൽ പറയുന്ന സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരലോകത്തിൽ അവർക്ക് ഭയവുമില്ല, ദുഃഖവുമില്ല. അങ്ങനെയുള്ള സന്തോഷവാർത്ത ലഭിക്കുന്നവരായി മാറാൻ വേണ്ടിയാണ് നാം പാടുപെടേണ്ടത്. അങ്ങനെയുള്ള നീണ്ട ഇനിയും ധാരാളം പറയാൻ കാര്യമുള്ളതായ ബാക്കിയുള്ള ഒരു വിഷയമാണ് ഇന്ന് മക്ക ഇമാമ് ഡോക്ടർ ഉസാമ ഖയ്യാത്ത് ചർച്ച ചെയ്തത്. ഡോക്ടർ അബ്ദുള്ള ബൈജാൻ ചർച്ച ചെയ്ത വിഷയം മദീനവാസികളെ സംബന്ധിച്ചിടത്തോളം പുത്തനല്ല. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി അദ്ദേഹം ഖുതുബ ഓതിയതായ ഖുതുബയിലുള്ള എല്ലാ വിഷയങ്ങളും നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞ വിഷയങ്ങളാണ്. പറയാത്ത വിഷയം ഒന്നും ഞാൻ കേട്ടിട്ടില്ല. ദശവർഷങ്ങൾ ക്ലാസ് കേട്ട മൊയ്തീൻകുട്ടി സാഹിബ് മുമ്പിലിരിക്കുന്നുണ്ട്. അദ്ദേഹം തലകുലിക്കുകയാണ്, കാരണം ഞാൻ പറയാത്തതൊന്നുമില്ല എന്ന് മൂപ്പർക്കറിയാം. അതുകൊണ്ട് ഇവിടെ നാം ഇതുവരെ പറയാത്ത ഒന്നും തന്നെ ഇന്ന് മദീന ഇമാം പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സാഹിത്യ ശൈലിയിൽ പ്രത്യേക രചന ശൈലി അയാൾ ഉണ്ടാക്കി. അത് നല്ല കഴിവാണ്. ആ കഴിവ് ശരിക്കും ഉപയോഗപ്പെടുത്തുകയും ചെയ്ത് കേൾക്കുന്നവർ ആരും കരഞ്ഞു പോകും. ഉൾക്കൊണ്ടാണ് കേൾക്കുന്നതെങ്കിൽ ആ രൂപത്തിൽ നാം വീഴ്ച വരുത്തിയവരാണ് മദീനവാസികൾ. മദീനയിൽ താമസിക്കാൻ ഇത്രയും വലിയ ബഹുമാനിക്കേണ്ട മദീന മിമ്പറിന്റെ മീതെ വെച്ചിട്ട് വരെ മദീനക്കാരെ, മുസ്ലിം ലോകത്തിന് ആ സകലമല്ല, മദീനക്കാരെ പ്രത്യേകം പ്രേരിപ്പിക്കുന്ന രൂപത്തിലുള്ള ധാരാളം ഹദീസുകൾ, അത് അധികവും ബുഖാരിയിലാണ്, അധികവും മുസ്ലിമിലാണ് മദീനയെക്കുറിച്ച് വാഴ്ത്തി പുകഴ്ത്തി പറയുന്ന ഹദീസുകൾ. അതെല്ലാം ഇന്ന് വളരെ അർത്ഥഗാംഭീര്യതയോടുകൂടി തന്നെ മദീന ഇമാമ് ചർച്ചക്കെടുത്തതായിട്ട് നമുക്ക് കേൾക്കാൻ സാധിച്ചു. അങ്ങനെയുള്ള മദീനയിൽ വസിക്കാനുള്ള ചാൻസ് നൽകിയ റബ്ബിന് നാം എത്രമാത്രം നന്ദി പ്രകടിപ്പിക്കണം എന്നതാണ് നാം ഓർക്കേണ്ടത്. മക്കയേക്കാളുകൾ കൂടുതൽ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കണേ എന്ന് റസൂലുള്ളാഹി ഈ നാട്ടിന് വേണ്ടി പ്രാർത്ഥിച്ചു. പോരാത്തതിന് മുസ്ലിമിനോട് ചെയ്യുന്ന ഹദീസിൽ മക്കയേക്കാളും കൂടുതൽ ഈ മദീനയോട് എനിക്ക് മഹബത്ത് വർദ്ധിപ്പിക്കണം റബ്ബേ എന്ന് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു. അങ്ങനെയുള്ള മദീനയിൽ താമസിക്കാനാണ് അള്ളാഹു നിങ്ങൾക്ക് ചാൻസ് നൽകിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രവർത്തനത്തിലൂടെ നന്ദി പ്രകടിപ്പിക്കാൻ നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ മദീന ജീവിതത്തിൽ വന്നുപോയതായ വീഴ്ചകളെ അള്ളാഹു നമ്മിൽ നിന്നിട്ട് പുറത്തു തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കയിലും മദീനയും പുണ്യഭൂമിയിലുമെല്ലാം താമസിക്കുമ്പോൾ ആ ഭൂമിയുടെ പവിത്രതയെ, ബഹുമതിയെ, ബഹുമാനത്തെ കാത്തു സൂക്ഷിച്ച് സംരക്ഷിച്ച് ജീവിക്കാനുള്ളതായ ഭാഗ്യം അവിടെ ജീവിക്കുന്നവർക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഞങ്ങളിൽ നിന്നിട്ട് രോഗമുള്ളൊരു രോഗത്തെ സുഖപ്പെടുത്തണേ നാഥ. പ്രയാസപ്പെട്ടുകൊണ്ട് ഹോസ്പിറ്റലിലും പല പല ഘട്ടങ്ങളിലും രൂപങ്ങളിലും ജീവിക്കുന്ന രോഗികൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അവരുടെ എല്ലാം രോഗങ്ങളെ അള്ളാഹുവേ നീ സുഖപ്പെടുത്തണേ രക്ഷിതാവേ. അവർക്കുള്ള പ്രയാസങ്ങളെ ദൂരപ്പെടുത്തണ രക്ഷിതാവേ. അവർക്കും ഞങ്ങൾക്കുമെല്ലാം പരിപൂർണ്ണ ആരോഗ്യം നൽകണ രക്ഷിതാവേ. നിന്റെ മതത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഇനിയും സേവിക്കാനുള്ളതായ ദീർഘായുസ്സും ആരോഗ്യവും ഞങ്ങൾക്കും അവർക്കും നൽകണേ രക്ഷിതാവേ. അപ്രകാരം ആത്മാർത്ഥതയും നൽകണേ നാഥ, ആത്മാർത്ഥതയും നൽകണേ രക്ഷിതാവേ. ഞങ്ങൾക്ക് ഈ സദസ്സിലുള്ളവരാവട്ടെ അല്ലാത്തവരാവട്ടെ നിന്നോട് പ്രാർത്ഥിക്കുന്ന മുസ്ലിങ്ങൾക്ക് ആ സകലം പലതും നിന്നോട് പറയാനുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണവർ. അവരുടെ പ്രയാസങ്ങളെയെല്ലാം മല പോലെ വരുന്നതായ പ്രയാസങ്ങളെ മഞ്ഞുപോലെയാക്കി മാറ്റണേ നാഥ. അവർക്ക് അഥവാ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് അവരവരുടെ മതത്തിലേക്ക്, സത്യത്തിലേക്ക്, ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക്, തൗഹീദിലേക്ക് മടങ്ങലിലൂടെ പ്രയാസങ്ങളെ ദൂരപ്പെടുത്താനുള്ള ചുറ്റുപാട് അവർക്ക് നീ ഉണ്ടാക്കി കൊടുക്കണേ രക്ഷിതാവേ. ഞങ്ങളുടെയും എല്ലാ പ്രശ്നങ്ങളെ നീ പരിഹരിക്കണേ നാഥ. രോഗങ്ങളെ മാറ്റണേ രക്ഷിതാവേ. പ്രയാസങ്ങളെ ദൂരപ്പെടുത്തണേ രക്ഷിതാവേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വൻസുർ
وانصرنا على القوم الكافرين. اللهم من أرادنا وأراد الإسلام والمسلمين وأراد بلاد الحرمين وأراد قادة وحكام وعلماء بلاد الحرمين سوءا اللهم فأشغله في نفسي. اللهم اجعل تدبيره تدميره يا حي يا قيوم يا قوي يا متين يا رب العرش العظيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.